Hello students, now we can discuss a new problem called liquidity ratio or liquid ratio. We have to find the liquid ratio. I have already given a question, example 2. I read this question. Calculate quick ratio from the following. Calculate quick ratio from the following. How we calculate the quick ratio? Quick ratio is equal to quick assets divided by current liability. Quick assets divided by current liability. What are quick assets? Quick assets are those which can be readily converted into cash. What do you mean by quick asset? Quick assets are those assets which can be readily converted into cash. That is, within few months we can convert it into cash. Can you say an examples for quick assets? What are the quick assets? Cash in hand, cash at bank, marketable securities, sundry debtors, etc. These are all quick assets. How do you calculate quick ratio? Quick ratio is equal to quick asset divided by current liability. Then current liabilities are those liabilities which the company has to pay within 1 year. നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ കമ്പനി പേ ചെയ്യേണ്ട ലൈബിലിറ്റികളെയാണ് കറന്റ് ലൈബിലിറ്റി എന്ന് പറയാം. Then നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Debtors 2 lakhs, bills receivable 50,000, marketable securities 1 lakh, stock 1,80,000, prepaid expenses 20,000, cash 10,000, bank overdraft 1,75,000, sundry creditors 2,30,000, bills payable 75,000. Then നമുക്ക് 1 by 1 item ആയിട്ട് നോക്കാം. Debtors. Debtors is a quick asset or not? Debtors is a quick asset or not? It's a quick asset. These are readily converted into cash within a few months. Generally, the credits are given to debtors for several months, like 2 months, 3 months, 1 month, etc. So, debtors are readily converted into cash within few months. So, debtors is taken as quick asset. ഡെറ്റേഴ്സിനെ നമ്മളൊരു ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കും. മന്ത്സിലാണ്, നമ്മൾ 2-3 മാസത്തേക്കാണ് ക്രെഡിറ്റിലെ ഗുഡ്സ് കൊടുക്കാറ്. അപ്പൊ അതുകൊണ്ട് അത് 3 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഡെപ്റ്റേഴ്സിനെ നമുക്ക് ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ ഐറ്റം ബിൽസ് റിസീവബിൾ. ബില്ലുകളും 2-3 മാസത്തേക്കുള്ളിൽ അല്ലെങ്കിൽ 40 ദിവസത്തിന് 45 ദിവസത്തിനുള്ളിലൊക്കെ പേ ചെയ്യേണ്ടതാണ് ഈ ബില്ലുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബില്ലുകളെയും നമുക്ക് എന്താക്കി മാറ്റാം? ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എത്ര അസറ്റ് കിട്ടി നമുക്ക്? Debtors quick asset ആണ്, bills receivable quick asset ആണ്. Then the next one, marketable securities, that is the short term securities. These are traded for in the market within few months we can trade it. അതായത് നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്, സെയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇതിനെ നമുക്ക് ഒരു ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കാം, അല്ലെ? അപ്പൊ 3 ഐറ്റമായി നമുക്ക് ക്വിക്ക് അസറ്റ്. Next one, stock. Stock rupees 1,80,000. Stocks means inventories that should be held at the end of a particular period. ഈ സ്റ്റോക്സ് എത്ര ടൈമിനുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല, അല്ലെ? ഫ്യൂച്ചർ ആണ്, ഒരുപാട് മാറ്റങ്ങൾ വരാം. നമുക്കത് അടുത്ത വർഷം സെയിൽ ആവോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എത്ര സമയത്തിനുള്ളിൽ അത് സെയിൽ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് നമ്മൾ എടുക്കില്ല. ഓക്കെ, സ്റ്റോക്ക് നമ്മൾ ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അത് നമ്മൾ മുന്നേ കൂടി പേയ്മെന്റ് നടത്തുന്നതാണ്, അത് നമ്മൾ ക്വിക്ക് അസറ്റ് ആയിട്ട് എടുക്കില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ, ക്യാഷ്. ക്യാഷ് ഒരു ക്വിക്ക് അസറ്റ് ആണ്. ദെൻ അടുത്തത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇറ്റ്സ് എ ലൈബിലിറ്റി, ഇറ്റ്സ് എ കറന്റ് ലൈബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇസ് എ കറന്റ് ലൈബിലിറ്റി ആണ്. 1,75,000 ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. Then bank overdraft എന്ന് പറഞ്ഞാൽ it's a facility available to the businessman. He can withdraw the money when the balance becomes 0. അല്ലെ, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ പോലും ആ ഒരു റിലയബിലിറ്റി വെച്ചുകൊണ്ട് അയാൾക്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി വഴി മണി വിഡ്രോ ചെയ്യാവുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അതുവഴി റേസ് ചെയ്തിട്ടുള്ളതാണ് 1,75,000 the company has to pay. So it's a current liability within few months it can pay.
അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു കറന്റ് ലൈബിലിറ്റി ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ആർ ദോസ് സപ്ലയേഴ്സ് ഹൂ പ്രൊവൈഡ്സ് ഗുഡ്സ് അറ്റ് ക്രെഡിറ്റ് അല്ലെ, ക്രെഡിറ്റിൽ ഗുഡ്സ് കൊടുക്കുന്നവരാണ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ അവരിൽ നിന്ന് ക്രെഡിറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അതും ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ നമ്മൾ പേയ്മെന്റ് നടത്തണം. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്താണ്? കറന്റ് ലൈബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് കറന്റ് ലൈബിലിറ്റി ആണ്. ബിൽസ് പേയബിൾ, നമ്മൾ പേ ചെയ്യാനുള്ള ബിൽസ് ആണ്. ബിൽസ് പേയബിൾ, ദാറ്റ് ഇസ് ദ ബിൽ പേയബിൾ ബൈ അവർ ഫേം അല്ലെ, നമ്മുടെ ഫേമിന് പേ ചെയ്യാനുള്ള ബില്ലുകളാണ്. അത് മന്ത്സിലേക്കാണ്, അത് കറന്റ് ലൈബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇവിടെ ഏതൊക്കെയാണ് ക്വിക്ക് അസറ്റ്. ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ് ആർ ദ ക്വിക്ക് അസറ്റ്. Then bank overdraft, creditors, bills payable are the current liability. നമ്മൾ പറഞ്ഞു quick assets are those assets which can be readily converted into cash within few months അല്ലെ, മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ക്വിക്ക് അസറ്റ്, ലിക്വിഡ് അസറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ഫോർമുല വഴി ഇത് കാണാൻ പറ്റും. നമുക്ക് ഓൾറെഡി കറണ്ട് അസറ്റ്സ് അറിയാം. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലിക്വിഡ് അസറ്റ് ഓർ ക്വിക്ക് അസറ്റ് കിട്ടുക. എന്താ പറഞ്ഞേ? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഈ രണ്ട് ഐറ്റങ്ങളെ ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടുക. Now we can calculate quick ratio. Quick ratio is equal to quick asset divided by current liability. അപ്പൊ നമുക്ക് ഈ 4 അസറ്റുകളെ നമുക്ക് ടോട്ടൽ ചെയ്യാം. ദാറ്റ് ഈസ് ക്വിക്ക് അസറ്റ്. ഏതാണ് ഈ 4 അസറ്റുകൾ? ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഈ 3 ലൈബിലിറ്റികളെയും നമുക്ക് ടോട്ടൽ ചെയ്യാം. What are the 3 current liabilities? Bank overdraft, sundry creditors, bills payable are the 3 current liabilities. രണ്ടും തമ്മിലുള്ള റേഷ്യോ കാണാം. ക്വിക്ക് അസറ്റ് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുക 3,60,000 ആണ് ക്വിക്ക് അസറ്റ് കിട്ടുക. കറണ്ട് ലൈബിലിറ്റി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുക 4,80,000. അപ്പൊ എങ്ങനെയാണ് ക്വിക്ക് റേഷ്യോ കാണാം? ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു, നിങ്ങളൊപ്പം ചെയ്യാട്ടോ നോട്ട് വെച്ചിട്ട്, 3,60,000 ഡിവൈഡഡ് ബൈ 4,80,000 is equal to 0.75:1. എത്രയാണ് ഐഡിയൽ നോം ഓഫ് ലിക്വിഡ് റേഷ്യോ? ഐഡിയൽ നോം ഓഫ് ലിക്വിഡ് റേഷ്യോ എത്രയാണ്? 1:1 അല്ലെ. ഐഡിയൽ നോം ഓഫ് ലിക്വിഡ് റേഷ്യോ ഈസ് 1:1. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് റേഷ്യോയേക്കാൾ താഴെയാണ്. ലിക്വിഡിറ്റി പൊസിഷൻ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.